ജോത്സ്ന എന്ന് പറയുന്ന ആ ഒരു സിംഗറിന്റെ കുട്ടിക്കാലം അല്ലെങ്കിൽ ബാക്ക് ടു ചൈൽഡ്ഹുഡിലോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു? ഞാൻ നാട്ടിലധികം ഉണ്ടായിട്ടില്ല. ഞാൻ ജനിച്ചത് കുവൈറ്റിലാണ്. അത് കഴിഞ്ഞ് കുവൈറ്റിൽ മറ്റേ ഗൾഫ് വാർ വന്ന സമയത്ത് ഞങ്ങൾ ഓടി അബുദാബിയിലേക്ക് മാറി. അപ്പൊ സ്കൂളിംഗ് ഒക്കെ അബുദാബിയിലായിരുന്നു. എന്താ പറയാ, ഒരു നല്ലൊരു മലയാളി കുടുംബം ആയിട്ട് തന്നെയാണ് വളർന്നേക്കണത്. അപ്പൊ വീട്ടിലാണെങ്കിലും മലയാളം സംസാരിക്കണം നിർബന്ധമായിരുന്നു. അവിടെ അറിയില്ല, ഗൾഫില് എനിക്ക് തോന്നുന്നു അവിടുത്തെ നാഷണൽസിനേക്കാളും കൂടുതൽ മലയാളികളാണ്. എണ്ണം നോക്കിയാല് നിറയെ മലയാളികളല്ലേ, വലിയ മലയാളി കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഉത്സവങ്ങളും ഇപ്പൊ വിഷു ആയാലും ഓണം ആയാലും റംസാൻ ആയാലും എല്ലാം വളരെ കാര്യമായിട്ട് ആഘോഷിക്കും. അത് അതിൻ്റെതായിട്ടുള്ള തനത് ശൈലിയിൽ തന്നെ ആഘോഷിക്കും. അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് വളർന്നത്. പിന്നെ പാട്ടിന്റെ അസുഖം കുഞ്ഞിലേ ഉണ്ട്. പക്ഷേ ഈ ഗൾഫ് രാജ്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തായാലും അറബിക് മ്യൂസിക്, അറബിക് സംഗീതം നന്നായിട്ട് എന്തായാലും കേട്ട് തന്നെ വളർന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമുക്കൊരു അറബിക് സോങ് പാടിത്തരുവോ? പാടാലോ. അപ്പൊ തുടങ്ങാം. തുടങ്ങാം. وانا اقدر احب من تاني، ده انا من وقت للتاني بناديك. لو انسى قلب انا فاكر، ده في الاول وفي الاخر انا ليك. من اللي مش سامع يا ريتك تبقى علشاني هبيت. അല്ല, ഏതൊക്കെ ഭാഷ അറിയാം? അയ്യോ, അങ്ങനെ ചോദിച്ചാ മലയാളം അറിയാം, ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, തമിഴ് അറിയാം. തമിഴ് ചെറുതായിട്ട് അറിയാം. ഒരു 2 വർഷം 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചെറുതായിട്ട് ഇപ്പൊ ഫ്രഞ്ച് വായിക്കാൻ അറിയാം, പറഞ്ഞാൽ അറിയായിരിക്കുമല്ലോ. വാട്ട് ഈസ് യുവർ നെയിം? വെറുതെ എന്തറിയാം? ഹൗ ആർ യു അറിയാം. വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം ഞാൻ പറയാം. ഹൗ ആർ യു ഞാൻ പറയാം. കൊമോൻ തലെവു. എന്തോ കൊമോൻ തലെവു. ഇത് കേട്ടപ്പോ എനിക്കൊരു ഗെയിമിനെ പറ്റിട്ടാണ് ഓർമ്മ വന്നത്. എന്നെ തോൽപ്പിച്ചു കളഞ്ഞ ഗുമ്മൻ താലിവു. എന്ത്? കൊമോൻ തലെവു. ഹൗ ആർ യു? അപ്പൊ തിരിച്ചെന്ത് ഉത്തരം പറയും? നീ വളരെ സുന്ദരിയാണെന്ന്. അതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. വളരെ സുഖിച്ചു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോ ഒരു ഗെയിം ഉണ്ട് ചേച്ചിക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ എന്തായാലും ഇതൊക്കെ ഈ ഒരു എന്നൊക്കെ കേൾക്കുന്ന പോലെ ഒരു പാട്ട് ഞങ്ങൾ റിവേഴ്സ് പ്ലേ ചെയ്യും എന്ന് പോവും. പാട്ടിന്റെ റിവേഴ്സ് പോവും. അത് ഏത് പാട്ടാണെന്ന് ഗസ് ചെയ്യണം. റിവേഴ്സിലിട്ട പാട്ട് അത് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാലോ. നമ്മൾ ഇത്രയും നാള് കേട്ടിട്ട് നമുക്ക് അറിയാവുന്ന ഒരു പാട്ട്, അയ്യോ ഇത് ഏത് പാട്ടെന്ന് ചിലപ്പോ ചിന്തിക്കും. നമുക്കൊന്ന് കണ്ടാലോ? ആർ യു റെഡി ഫോർ ദ ഗെയിം? അപ്പൊ റെഡി, സ്റ്റാർട്ട്. ഇതെന്റെ ഇത് ആക്ച്വലി മലയാളികൾക്ക് അറിയാവോന്നറിയില്ല. ജോൾസ് ചേച്ചി അറബിയിൽ പാടിയ ഒരു പാട്ടാണ്. അല്ല ആക്ച്വലി അതല്ല. ട്രൈ ചെയ്യാം. ഞാൻ ഗസ് അടിക്കാം. ഞാൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ശിക്ഷയുണ്ട്. നമുക്ക് ഗസ്സിന് ചാൻസ് ഇല്ല. നമ്മൾ ഈ ഉടുപ്പിട്ട് ചെയ്യാൻ പറ്റുന്ന ശിക്ഷ തന്നെയാണോ? ഈ കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, ഇതിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഗസ് ചെയ്യാൻ പോവാണ്. കേട്ട പല ശബ്ദങ്ങളിൽ നിന്നും ഞാൻ അങ്ങോട്ട് ഗസ് ചെയ്യാൻ പോവാണ്. ഗുജറാത്തിക്കാൽ തളകെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ, പഞ്ചാബിൽ 5 കൊഞ്ചും മണവാട്ടി പെണ്ണാണു ഞാൻ, മയിലാട്ടത്തെ ഭംഗടാ ഭംഗടാ, കരകാട്ടത്തെ ഝങ്കടാ
കേട്ടത്? എനിക്ക് ഇങ്ങനെ എന്തൊക്കെയോ കേട്ട പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ പോർഷൻ കേട്ടിട്ടാണ് ഇങ്ങനെ തോന്നിയത്. അതിന്റെ ഇടയിലുള്ള ഏതോ ഒരു ഹമ്മിങ്, ഒരു എന്തോ ഒരു കേട്ടു ഇടയിൽ കൂടി, എന്തോ ഒരു തന്നെ ആയിരുന്നു നോക്കാം. എന്തുവാന്ന് ഞാൻ ആ പാട്ട് കേട്ടിട്ടല്ല ചിരിച്ചത്. ജോൾസ്റ്റിയുടെ മുഖത്തിന്റെ ഒരു ഭാവങ്ങള്. ഇത് ഞാൻ ഗസ് അടിക്കാം. ഇതും എനിക്ക് എന്റെ പാട്ടാണെന്നുള്ളൊരു ഫീലിലാണ് ഞാൻ പാടാൻ പോകുന്നത്. നിന്റെ മിഴിമുന കൊണ്ടെന്റെ നെഞ്ചിലൊരു ബല്ലേ ബല്ലേ, നിന്റെ ചിരിമഴ നനഞ്ഞപ്പോൾ അടിമുടി ബല്ലേ ബല്ലേ, നിന്റെ മൊഴിയിൽ കുറുമ്പ്, നിന്റെ കനവിൽ കരിമ്പ്, ആ കുറുമ്പിന്റെ കരിമ്പൊന്നു കടിച്ചോട്ടെ, എന്റെ മനസ്സിന്നും മധുരത്തിൽ തുടിച്ചോട്ടെ. അടുത്ത ചേച്ചിയാണോ എന്നുള്ളത് നോക്കട്ടെ. അടുത്തൊരു പാട്ട് ഇതാ വരുന്നു. മോനെ ശ്രുതിയുടെ മോനെ പറഞ്ഞ ഞാൻ കിട്ടി കിട്ടി, മതി, പയച്ചക്ക മതിന്ന്. ഏതാണ്? മെഹർബാ മെഹർബാ പുതുക്ക പെണ്ണേ മെഹർബാ, 10 കൊട്ട പൊന്ന് നിന്റെ മഹർ മെഹർബാ, നിന്റെ പകിട്ടിലെ കണ്ണു വെക്കണ പുതുമണവാളൻ. ആക്ച്വലി ഇവിടെ എല്ലാം ഈസി കൊടുക്കുന്നുണ്ട്. എന്റെ അടുത്ത് പറയും ലക്ഷ്മി ഭയങ്കര വലിയ ശിക്ഷയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇത്ര ഹൈപ്പ് ഒക്കെ കൊടുത്തിട്ട് ഈസി കൊടുക്കുന്നു. ഇനിയുണ്ടോ? ഇതെല്ലാം അറബി പാട്ട് പോലെ ഉണ്ടായിരുന്നു. ഫ്രഞ്ച് ആയിരിക്കും. ഏതായിരുന്നു ആ പാട്ട് അറിയുമോ? അപ്പൊ തോറ്റു. അയ്യോ ഒരെണ്ണം സമ്മതിച്ചു. നമുക്ക് ആ പാട്ടൊന്ന് കേട്ട് നോക്കാം. കോമളവല്ലി നല്ല താമരയല്ലി, കട്ടുറുമ്പിന് കൂട്ടിരിക്കണ പെണ്ണാണു നീ, അമ്പലവള്ളി മണി പൂങ്കുലെന്നുള്ളി, അമ്പലപ്പുഴ പായസത്തില് തേനാണ് നീ, ചാന്തണിഞ്ഞാട്ടെ ചങ്കിൽ പൊട്ടിത്തൊട്ടെ. അയ്യോ ഞാൻ പാടിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്താ മോളെ? വെയിറ്റിംഗ് ആണ്, ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ പണിഷ്മെന്റ് ഉണ്ട്. നമ്മൾ വലിയ സെറ്റപ്പ് ഒക്കെ റെഡിയാക്കും.